അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്നത് പോലെയാണ് ഗവർണറുടെ മറുപടി. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ, ചാൻസലർ എന്ന നിലയിൽ നോമിനേറ്റ് ചെയ്ത വിദ്യാർത്ഥി പ്രതിനിധികൾ അവർ ABVPയുടെ BJPയുടെ വിദ്യാർത്ഥി വിഭാഗമായ ABVPയുടെ നേതാക്കളാണ് എന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ്. ആരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്? ആ സർവകലാശാലയിൽ വിവിധ രംഗത്ത് പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികളെയാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളെയാണ് ഈ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു പാനൽ തയ്യാറാക്കും. ആ പാനൽ തയ്യാറാക്കി ആ പാനലിൽ നിന്ന് സിൻഡിക്കേറ്റ് അംഗമാകാൻ താല്പര്യമുള്ളവർ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അവരോട് ചോദിച്ച് അവരുടെ അനുവാദം വാങ്ങിയതിനു ശേഷം അതിൽ നിന്ന് ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ലിസ്റ്റ് ഗവർണർക്ക് കൈമാറുകയും ചെയ്യും വൈസ് ചാൻസലർ. അതാണ് രീതി. ഈ പ്രതിഭകളായ വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തേണ്ടത് സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റ് കണ്ടെത്തി ആ ലിസ്റ്റാണ് VCക്ക് നൽകുന്നത്. അതാണ് സർവകലാശാലയിൽ എത്രയോ നാളുകളായി നടക്കുന്ന കീഴ്വഴക്കം. അങ്ങനെ കീഴ്വഴക്കം അനുസരിച്ച് സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കുകയും വൈസ് ചാൻസലറെ ഈ ലിസ്റ്റ് പട്ടിക കൈമാറുകയും ചെയ്തു. അതിൽ നിന്ന് സെനറ്റ് അംഗങ്ങളാകാൻ താല്പര്യമുള്ളവർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തി അവരുടെ പട്ടിക തയ്യാറാക്കി വൈസ് ചാൻസലർ ചാൻസലർക്ക് കൈമാറണം, ഗവർണർക്ക് കൈമാറണം. എന്നാൽ നമ്മുടെ വൈസ് ചാൻസലർ, കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ അത് ചെയ്തില്ല. അങ്ങനെ വിദ്യാർത്ഥി പ്രതികളുടെ പേര് നൽകിയില്ല. ആ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചില്ല. കാരണം ഈ കൊടുക്കുന്ന പട്ടികയിൽ ഒരിക്കലും ഒരു ABVPയുടെ പ്രവർത്തകനോ നേതാവോ ഉൾപ്പെടില്ല. അത് സ്വാഭാവികമായും പഠിക്കുന്നവരും പഠിച്ച് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരും ഒരിക്കലും ABVPയുടെ നേതാക്കളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പേര് ഒരു തരത്തിലും ഈ ലിസ്റ്റിൽ പെടില്ല. അതുകൊണ്ട് ഗവർണർക്ക് കൊടുക്കേണ്ട ലിസ്റ്റ് നമ്മുടെ വൈസ് ചാൻസലർ ഗവർണറുടെ ഇംഗിതം മനസ്സിലാക്കി അല്ലെങ്കിൽ രാജ്ഭവന്റെ നിർദ്ദേശമനുസരിച്ച് കൊടുക്കാതിരിക്കുകയും മറ്റുള്ള പേരുകൾ നൽകുകയും ചെയ്തു. ആ പേരുകൾ മുഴുവൻ തള്ളിക്കളഞ്ഞു ഗവർണർ എന്നത് മറ്റൊരു കാര്യം. സ്വന്തം നിലയിലാണ് അദ്ദേഹം നോമിനേറ്റ് ചെയ്തത്. പക്ഷെ നോമിനേറ്റ് ചെയ്ത വിദ്യാർത്ഥി പ്രതിനിധികൾ ആരാണ്? ABVPയുടെ 4ാം കിട നേതാക്കളാണ്. കൊലക്കേസിൽ പ്രതികളായവരാണ്. അതിൽ ഒരാൾ ഇപ്പോൾ ജയിലിലാണ് എന്ന് നാം ആലോചിക്കണം. ഇതേക്കുറിച്ച് നമ്മുടെ ഗവർണർ ചോദിച്ചപ്പോൾ, ചാൻസലറോട് ചോദിച്ചപ്പോൾ ചാൻസലർ പറഞ്ഞ മറുപടിയാണ് അതിനേക്കാളും വലിയ രസകരം. അദ്ദേഹത്തിന്റെ മറുപടി നമുക്കൊന്ന് കേൾക്കാം. Sir, one of the nominated members by you is right now in remand for attempt to murder. The SFI president of the state, I do not know about that person. I received recommendations. I do not know these people individually. But the man who is organizing protest against this thing, are you aware that he has 48 cases against him? Sir, he is not. Are you aware? Sir, he is not a Senate member. Oh, he is only organizing protest against your nomination. You nominating somebody in the Senate. That right he has. Person against whom there are 48 cases. What are you talking about? So you are saying that that's not an issue. I'm not saying. I'm not even aware. How can I? Don't try to put words in my mouth. So I can choose better words to give expression to my feeling. Please never say this. Otherwise, I will stop coming to these things. If you behave in this manner, that you are trying to suggest as if I am not in a position to. No. You are saying. Thus, you are saying. Who are you to tell me what I am saying? I'm just asking for clarification. This is no question. Yes. You are trying to pretend as if I am short of words, and you are supplying me words. Just asking to clarify that. Are you aware about that situation? I am reacting only to the last part of your question, not this earlier one. I have already told you I am not aware, and if there is any such thing, then we can see what can be done. You have said that you got some list. From where did you get that list? So from so many sources, and I am neither obliged to tell you the sources from it. So many sources. So maybe some media people have also recommended some names. There are so many sources. I'm open to that. Secondly, this is my statutory function, duty. And I'm under the law. I'm not bound to accept any recommendation or reject it. There is nothing like that. അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്നത് പോലെയാണ് ഗവർണറുടെ മറുപടി. എന്താണ് ചോദ്യം? സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത ഗവർണർ, ചാൻസലർ നോമിനേറ്റ് ചെയ്ത വിദ്യാർത്ഥി പ്രതിനിധി ഇപ്പോൾ ഒരു വധശ്രമ കേസിൽ ജയിലിലാണ്, റിമാൻഡിലാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള ആളെയാണ് താങ്കൾ
നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് താങ്കൾക്ക് അറിയാമോ എന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. അപ്പോൾ മറുപടി എന്താണ്? അദ്ദേഹം പറയുന്നത്, എനിക്കെതിരെ സമരം നയിക്കുന്ന ഓർഗനൈസേഷന്റെ നേതാവിന് എത്ര കേസുണ്ട് എന്നറിയാമോ? 48 കേസുണ്ട്. അദ്ദേഹം പറയുകയാണ് ഓർഗനൈസേഷന്റെ നേതാവാണ്. സ്വാഭാവികമായും ഒരു വിദ്യാർത്ഥി നേതാവ് എന്ന നിലയിൽ നിരവധി കേസുകൾ പ്രതിയാകും. പല SFI നേതാക്കൾക്കും ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സത്യമാണ്. ഏത് സമരത്തിൽ പങ്കെടുത്താലും അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യും. അത് സ്വാഭാവികമായും ഒരു നേതാവിനെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമര സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അത് മനസ്സിലാക്കാൻ ഗവർണർ തയ്യാറായില്ല. പോകട്ടെ, സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത ആളുടെ യോഗ്യതയെക്കുറിച്ചാണ്. അവൻ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർഗനൈസേഷന്റെ, എനിക്കെതിരെ സമരം ചെയ്ത ഓർഗനൈസേഷന്റെ സെക്രട്ടറി അത് അറിയാമോ, എത്ര കേസുണ്ട് എന്നറിയാമോ എന്ന് മാധ്യമപ്രവർത്തകരോട് തിരിച്ച് ചോദിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ചാൻസലർ തരം താഴ്ന്നു പോകുന്നു. ഒരു കേവലം 4-അംഗ ചാണക സംഘപരിവാർ പ്രവർത്തകനെ പോലെ അതിനേക്കാളും താഴത്തേക്ക് ചാൻസലർ തരം താഴ്ന്നു എന്നതിന് ഇതിനേക്കാൾ മികച്ച മറ്റൊരു ഉദാഹരണം ആവശ്യമാണോ? ഇതാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവർണർക്ക് എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം തന്നെയുണ്ടോ എന്ന സംശയം. SFI നേതാക്കന്മാരെ, പ്രവർത്തകരെ ക്രിമിനലുകൾ എന്ന് വിളിക്കുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത് തെരുവിലിറങ്ങി നാടകം കളിച്ച് മുന്നോട്ട് പോകുന്ന ഗവർണർ, ചാൻസലർ, ഈ ചാൻസലറെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ സർവകലാശാലകളെ ഭരിക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാനാണ് സ്റ്റേറ്റിന്റെ തലവൻ എന്ന്. അദ്ദേഹം സ്റ്റേറ്റിന്റെ തലവൻ എന്ന് പറയുന്നത് നോമിനൽ തലവൻ മാത്രമാണ്. അദ്ദേഹത്തിന് യാതൊരു അധികാരവുമില്ല. മന്ത്രിസഭയുടെ ജനകീയ സർക്കാരിന്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് ഗവർണർ എന്ന് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഗവർണർ പദവി ഭരണഘടനാപരമായ പദവിയാണ്. അദ്ദേഹം, ഗവർണർക്ക് രാഷ്ട്രപതിയോട് മാത്രമേ ഉത്തരം പറയേണ്ടതുള്ളൂ, ശരിയാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഉപദേശമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കൃത്യമായും പറയുന്നുണ്ട്. എന്നാൽ ചാൻസലർ പദവി അങ്ങനെയല്ല. ചാൻസലർ പദവി ഗവർണർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നതല്ല. ചാൻസലർ പദവി, സർവകലാശാലയുടെ ചാൻസലർ പദവി അദ്ദേഹത്തിന് ലഭിക്കുന്നത് കേരള നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയമം മാറ്റാൻ അതേ കേരള നിയമസഭ തീരുമാനിച്ചു. ഗവർണർക്ക് ചാൻസലർ പദവി നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ആ നിയമം, നിയമസഭ പാസാക്കിയ നിയമം കക്ഷത്ത് വെച്ചിട്ടാണ് ന്യായം പറയുന്നത് നമ്മുടെ ചാൻസലർ. അത് അറ്റത്ത് വെച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. അവസാനം 2 വർഷം അത് പിടിച്ചു വെച്ചു. സുപ്രീം കോടതിയിൽ പോയപ്പോൾ, സുപ്രീം കോടതിയിൽ നിന്ന് വിരട്ടൽ കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് തൊട്ട തലേ ദിവസം, കോടതി വിധി പറയുന്നതിൻ്റെ തലേ ദിവസം തിരക്കിട്ട് ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുന്ന അവസ്ഥയുണ്ടായി. ഒളിച്ചോട്ടമാണ് നടത്തിയിരിക്കുന്നത്. തൻ്റെ അധികാരം കൈവിടാൻ അദ്ദേഹം തയ്യാറല്ല. നിയമസഭ പാസാക്കി നൽകിയ അധികാരം നിയമസഭ തിരിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടത് അതിൽ ഒപ്പിട്ട് കൊടുക്കുകയും അങ്ങനെ ചാൻസലർ പദവിയിൽ നിന്ന് സ്വയം ഒഴിയുകയുമാണ് ചെയ്യേണ്ടത്. ഗവർണർ പദവിയിൽ അദ്ദേഹം നിൽക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതാണ് ഒരു നല്ല നീതി നിർവഹിക്കുന്ന ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വം. അത് നിർവഹിക്കാതെ ആ ബില്ല് പിടിച്ചു വെച്ച് ആ ബില്ലിന് മുകളിൽ കയറി ഇരുന്ന് തൻ്റെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചാൻസലറെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കേരള ജനത അത് അംഗീകരിക്കില്ല എന്ന കാര്യം സംശയമേ വേണ്ട. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ സർവകലാശാല VC-മാരെ നിയമിക്കാനുള്ള വഴിവിട്ട നീക്കങ്ങൾക്ക് ഗവർണർ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരടി പോലും ഗവർണറുടെ തീരുമാനത്തോടൊപ്പം നിൽക്കേണ്ടതില്ല എന്നാണ് സിൻഡിക്കേറ്റുകൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണം കഴിഞ്ഞ ദിവസം നാം കേരള സർവകലാശാലയിൽ കണ്ടു. കേരള സർവകലാശാലയിൽ ഗവർണറുടെ, ചാൻസലറുടെ ഓലയുമായി വന്ന വൈസ് ചാൻസലറെ അതേപോലെ മടക്കി അയക്കുന്ന സിൻഡിക്കേറ്റിനെയാണ് കണ്ടത്. അത് തന്നെയാണ് മറ്റ് സർവകലാശാലകളിലും നടക്കാൻ പോകുന്നത്. ഒരു സംഘപരിവാറുകാരനും ഒരു ചാൻസലറും വിചാരിച്ചാൽ കേരളത്തിലെ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിൻഡിക്കേറ്റുകൾ ചെയ്യുന്നത്. അത് കേരളത്തിൻ്റെ ഭാവി എന്താണ് എന്ന നല്ല സൂചനകൾ നൽകുകയും ചെയ്യുന്നുണ്ട്.